ഹായ് ഹലോ എല്ലാവർക്കും പ്രിറ്റി പ്രിൻസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമുക്കിന്നൊരു കടലപ്പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് പോവാണ്. കാഷ്യൂ നട്ട് നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കളർ മാറി അതങ്ങ് ബ്രൗൺ ആയി പോവാതെ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ചൊന്ന് ജസ്റ്റ് ചൂടായി അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിത് എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഈ കാഷ്യൂ നട്ട്സ് എന്ന് പറയുന്നത് ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് മൂക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മൾ കാഷ്യൂ നട്ട്സ് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാടങ്ങ് നമ്മൾ മൂത്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് നമ്മൾ ബ്രൗൺ കളർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുത്ത് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മളിന്ന് പായസം വയ്ക്കാൻ തീരുമാനിച്ചതിന് കാരണം വേറൊന്നുമല്ല, ഈ വീഡിയോ ഞാൻ ചേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടുന്ന സമയത്ത് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മളങ്ങനെ കാഷ്യൂ ജസ്റ്റ് ഒന്ന് കളർ മാറിയില്ല ആ സമയത്ത് തന്നെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 സ്പൂൺ കൂടെ നെയ്യ്, ആ നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ റൈസിൻസ് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഉണക്കമുന്തിരിങ്ങ ഇനി നമ്മൾ നെയ്യിലേക്ക് ഇടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും, ജസ്റ്റ് ഒന്ന് വീർത്ത് വരും. നല്ല ബബ്ലു ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാം. ഇതും കരിയാതെ സൂക്ഷിക്കണം, കരിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ജസ്റ്റ് ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ കണ്ടോ, അവിടെയായിട്ട് ഇങ്ങനെ നല്ല ബലൂൺ പോലെ ഇത് വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പായസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസം. തേങ്ങാപ്പാലൊന്നും എടുക്കാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സിമ്പിൾ പായസം. അപ്പോൾ ഇതൊരു പ്രഥമൻ അല്ല കേട്ടോ, കടലപ്രഥമൻ. നമ്മൾ തേങ്ങാപ്പാലെടുത്തിട്ടുണ്ടാക്കുന്ന കടലപ്രഥമനല്ല, നമുക്കൊരു കടലപ്പായസം, അങ്ങനെയാണ് ഇതിന് ഞാൻ വിളിക്കുന്നത്. അപ്പം നമ്മളിതാ മുന്തിരിങ്ങ വറുത്ത് മാറ്റിയിട്ടുണ്ട്, നമ്മൾ റൈസിൻസ് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത്, നമ്മുടെ തേങ്ങയുടെ കൊത്തുണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് വറുത്തെടുക്കുന്നുണ്ട്. അതും നമ്മൾ അങ്ങ് നല്ല ബ്രൗൺ ആയിട്ട്, ചില പായസത്തിലൊക്കെ അങ്ങ് നല്ല ബ്രൗൺ ആയിട്ട് കരിഞ്ഞ രീതിയിൽ ഇട്ടേക്കും. അതിന് സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റുള്ളൂ, നമ്മൾ കടിക്കുമ്പോൾ നമുക്കൊരു കയ്പ്പ് പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ഇതും ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്ത് മാറ്റണം. ഒരുപാടങ്ങ് കളർ മാറിപ്പോയി കഴിഞ്ഞാൽ ഏതായാലും അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതും അങ്ങ് ഒരുപാട് വറുത്തങ്ങ് മൂപ്പിച്ച് അതിൻ്റെ ബ്ലാക്ക് കളറാക്കിയിട്ട് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ എടുക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടവും. അപ്പോൾ എനിക്കതാണ് ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന കണ്ടോ, ഒരു ലൈറ്റ് ഒരു ഗോൾഡ് കളർ പോലെയൊക്കെ, ഒരു യെല്ലോ കളർ പോലെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. ഇനി ഒരുപാട് മൂപ്പിക്കണം എന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രേ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് മാറ്റാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കാഷ്യൂസ്, റൈസിൻസ്, പിന്നെ ഇതുപോലെ തേങ്ങാക്കൊത്ത്, ഇത് 3 നന്നായിട്ട് തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചിലർ പായസം മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നെയ്യിൽ വറുത്തിടുകയാണ് ചെയ്യണം. ഞാൻ ആദ്യമേ വറുത്ത് വയ്ക്കും, അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും, അങ്ങനെയാണ് ചെയ്യണത്. ഞാൻ എളുപ്പപ്പണി നോക്കുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എളുപ്പപ്പണിയിൽ ചെയ്യുന്നതാണ് താല്പര്യം. അപ്പം നമ്മുടെ പായസം നമ്മൾ ജസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പായസം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നെയ്യുടെ അളവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്ക് നെയ്യ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച്, നമുക്ക് നെയ്യുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും നെയ്യ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരുപാട് ആയിപ്പോണ്ട, നമ്മൾ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കടലപ്പരിപ്പ് പൊടിച്ചെടുത്തതാണ്. നമ്മൾ കടലപ്പരിപ്പ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം അത് മിക്സിയിൽ
പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് ഫുൾ പൊടിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് അവിടെ നമുക്ക് കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ഞാനിതിപ്പോൾ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോ കടലപ്പരിപ്പാണ്. അപ്പോൾ ഞാൻ വേവിച്ചതിന് ശേഷം 3 സ്റ്റെപ്പായിട്ടാണ് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം 3ാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് ഫൈൻ ആയിട്ട് പൊടിക്കാതെ കുറച്ച് കട്ട കിടക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് കടലപ്പരിപ്പ് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട, അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ നെയ്യിലേക്ക് കടലപ്പരിപ്പ് പൊടിച്ചതിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടായി വന്നതിന് ശേഷം നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ 1/2 കിലോ കടലപ്പരിപ്പിന് 1/2 കിലോ ശർക്കര, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സെയിം റേഷ്യോ തന്നെ. അപ്പോൾ ആ ശർക്കര നമ്മൾ കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തിട്ടുള്ളതാണിത്. അത് നമ്മൾ മുഴുവനും ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ച് ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോകാതിരിക്കാനാണ് നമ്മൾ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, അവിടെയായിട്ട് കടലപ്പരിപ്പ് മുഴുവനോടെ കിടക്കുന്നില്ല. അത് ഞാൻ ലാസ്റ്റത്തെ അത് കടിക്കത്തക്ക രീതിയിലായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാത്തത് കൊണ്ടാണ് അവിടെയായിട്ട് ഇങ്ങനെ വലിയ കട്ടയായിട്ട് കിടക്കുന്നത്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പായസം കുടിക്കുമ്പോൾ, കോരി കുടിക്കുമ്പോൾ നന്നായിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റാണത്. അപ്പോൾ നമ്മൾ 1/2 കിലോ കടലപ്പരിപ്പിന് 1/2 കിലോ ശർക്കര പാനിയാക്കിയത്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അലിയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അങ്ങനെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ വരട്ടുക. ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിലെ വെള്ളം മുഴുവൻ വറ്റണം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സമയം നിന്നിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അത്രയും വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കുക. എന്നിട്ട് അത് അരിച്ച് തന്നെ ഉപയോഗിക്കുക. അതിൽ അഴുക്കൊക്കെ കാണും, അതുകൊണ്ട് നമ്മൾ അരിച്ച് തന്നെ എടുക്കുക. ഇനി ഇതാക്കണ്ട, വെള്ളം വറ്റി ജസ്റ്റ് ഒന്ന് ടൈറ്റായി വന്ന സമയത്ത് നമ്മൾ ചൗവരി ഇടുകയാണ്. വേവിച്ച് വെച്ച ചൗവരിയാണ്. ജസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൗവരി നമ്മൾ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ എത്ര എടുക്കുന്നോ, ഇതിപ്പോൾ ഒരു 2-3 സ്പൂൺ വരും. അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയും നമ്മൾ ഇളക്കൽ പരിപാടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല കട്ടിയുള്ള ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തന്നെ പായസം ഉണ്ടാക്കുക. പിന്നെ എന്തെങ്കിലും വലിയ കട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തവിയുടെ ബാക്ക് കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ പായസം ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും അതായത് പരിപ്പ് വേവിച്ച് വയ്ക്കുക, ശർക്കര പാനിയാക്കി വയ്ക്കുക, ചൗവരി വേവിച്ച് വയ്ക്കുക, നമ്മുടെ പാല് കാച്ചി വയ്ക്കുക, ഏലക്ക ഇടിച്ച് വയ്ക്കുക, പൊടിച്ച് വയ്ക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 20-25 മിനിറ്റിനകത്ത് വെച്ച് നമുക്ക് പടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വരട്ടി കഴിഞ്ഞു. നമ്മളെല്ലാ വെള്ളമെല്ലാം വറ്റി നമ്മളിതിലേക്ക് പാല് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളിതിൽ തേങ്ങാപ്പാലൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ പശുവിൻ പാല്, നമ്മുടെ മിൽമയുടെ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് അര കിലോ കടലപ്പരിപ്പിന് ഞാൻ 1 ലിറ്റർ പാൽ, അതായത് 2 കവറ് പാലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പാൽ നന്നായിട്ട് തിളപ്പിച്ച പാലാണ്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്തേക്കുന്നതിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. തിളപ്പിക്കാൻ നേരത്ത് ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം, അതൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇലയിൽ ഒഴിച്ച് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കട്ടിക്കാവുമല്ലോ ഉണ്ടാക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കണ്ട. ഇല്ല, നമുക്ക് കുറച്ച് ലൂസായിട്ട് കഴിക്കാനുണ്ടെങ്കിൽ വെള്ളം ചേർക്കുന്നതിൽ തെറ്റുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പാല് നിറയെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കണ്ട. ഇല്ല, പാല് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നതിലും തെറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ തിളപ്പിച്ച് വെച്ച പാലാണ്. തിളച്ച ഉടനെ പാൽ ഓഫ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് വേവിക്കണം പാൽ. നമ്മൾ നന്നായിട്ട് തീയിൽ വെച്ച് നന്നായിട്ട് പാൽ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ച് അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്ന പാലാണ് അത്. 2 കവർ ഫുള്ള് ഞാൻ ഈ പായസത്തിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയല്ലാത്ത ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മൾ പായസം തയ്യാറാക്കി വയ്ക്കുന്ന സമയത്ത് അതായത് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് കടലപ്പരിപ്പായതുകൊണ്ട് തന്നെ ഇരുന്ന് കുറുവും.
ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറേശ്ശെ ഞാനിപ്പോൾ എടുത്ത ആ ഒരു തവി കണ്ടില്ലേ, അതിൽ ഒരു 5-6 തവി പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പായസം വയ്ക്കുന്നതിൻ്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഇളക്കൽ, കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് പാല് കുറച്ച് ഒഴിച്ചു കഴിഞ്ഞു. നമ്മൾ സാധാരണ പ്രഥമം വയ്ക്കുമ്പോൾ 1-ാം പാല് 2-ാം പാല് 3-ാം പാല് അങ്ങനെ പാലെടുത്തിട്ട് 3-ാം പാലിൽ വേവിച്ച് അങ്ങനെയാണ് ചെയ്യണേ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഒറ്റ ഇതായിട്ട് തന്നെ പശുവിൻ പാലായതുകൊണ്ട് നമ്മുടെ മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒരുമിച്ച് തന്നെ ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ആദ്യം ഒഴിച്ചു, അത്രേ ഉള്ളൂ വ്യത്യാസം. കുറച്ച് ആദ്യം ഒഴിച്ചു, എന്നിട്ട് അത് അടച്ചു വെച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാല് നമ്മൾ ഒഴിച്ചതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകി പാലൊന്ന് വറ്റി കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ വെള്ള ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നിറം കുറഞ്ഞ ഒരു ശർക്കരയാണല്ലോ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് പായസത്തിന് കളർ കുറവായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളർ കിട്ടും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിളച്ച് അതൊന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പാല് ആഡ് ചെയ്യാണ്. അത് നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ സ്റ്റെപ്പായിട്ട് പാല് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് പാലൊഴിച്ച്, നമ്മൾ തേങ്ങാപ്പാലാണെങ്കിൽ 3 പ്രാവശ്യമായിട്ട് ഒഴിക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഈ പാല് 3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ പാല് തേങ്ങ ചിരകി അതിൻ്റെ മിക്സിയിലടിച്ച് പാലെടുത്ത് പിഴിഞ്ഞ്, അത് ഭയങ്കര മെസ്സി പരിപാടിയുമാണ്, ഭയങ്കര മെനക്കേടുമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് അതിന് ഒരു പടി മുന്നിലാണതും. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു പായസം വേണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചെടയപ്പടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. നമ്മൾ തേങ്ങാപ്പാലിലല്ല ഈ പായസം ഉണ്ടാക്കിയതെന്ന് ആർക്കും മനസ്സിലാവില്ല, സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് പാൽ ഒഴിക്കുകയാണ്. നമുക്ക് എത്രത്തോളം ഇത് കുറുകണം അല്ലെങ്കിൽ എത്രത്തോളം ലൂസായിട്ടിരിക്കണം അതിനനുസരിച്ച് നമുക്ക് പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പാല് 3/4 ഭാഗം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി. ഇനി കുറച്ച് പാലൂടെ ബാക്കിയുണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്യാമറ ബ്ലറായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവി അടിച്ചിട്ട് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ശ്രദ്ധിച്ചത്. ഈ പായസത്തിൻ്റെ ആവി അടിച്ചിട്ട് ഞാൻ ആ മൂടി തുറന്ന സമയത്ത് പായസത്തിൻ്റെ ആവി അടിച്ചിട്ട് ക്യാമറ ബ്ലറായതാണ്. അപ്പോൾ നമ്മൾ ഏലക്ക ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺസിസ്റ്റൻസി നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇലയിൽ ഒഴിക്കാനാണെന്നെങ്കിൽ കുറച്ചുകൂടെ കട്ടിയായിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ. അപ്പോൾ നമ്മളിതാ നാലാമത്തെ സ്റ്റെപ്പ് നമ്മളിതാ ഫുൾ പാലും നമ്മൾ ഇതിലേക്കിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കറക്റ്റ് ഒരു മെഷർമെൻറ്റാണ് കേട്ടോ. അര കിലോ കടലപ്പരിപ്പിന് 1 ലിറ്റർ പാൽ എന്നുള്ളത് കറക്റ്റ് മെഷർമെൻറ്റാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 1 ലിറ്റർ ഇപ്പോൾ 1.5 ലിറ്റർ പാലേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വെള്ളം 3/4 ലിറ്റർ പാലേ ഉള്ളൂന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാല് മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1 ലിറ്റർ പാലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 2 കവറ് പാല് അതാണ് എടുത്തിട്ടുള്ളത്. അതാണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/2 ലിറ്ററിന് 2 കവറ്. അപ്പോൾ നമ്മുടെ പായസം ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കട്ടകളൊന്നും ഇല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തി. കട്ടകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ ശർക്കരയിലൊക്കെ ഇട്ട് നന്നായിട്ട് വരട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് മാത്രമല്ല പാലെല്ലാം ഒരുമിച്ചല്ലല്ലോ ഒഴിച്ചത്, കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തല്ലേ എടുത്തത്. അതുകൊണ്ട് തന്നെ കട്ടകളൊന്നും കെട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു തിളയും കൂടെ വരുത്താം. ഒരു തിള വരുന്നത് വരെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒരു തിളയും കൂടെ വരുന്ന സമയത്ത് നമുക്ക് മാറ്റാം. ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ച് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ വാങ്ങി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസ്, റൈസിൻസ്, പിന്നെ തേങ്ങാക്കൊത്ത് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കുക.
അപ്പോൾ നമ്മൾ പായസം ഇവിടെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. പായസം ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർ, ഇതുവരെയും പായസം ഒന്നും വെച്ച് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പായസം സെർവ് ചെയ്തതിന് ശേഷം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനി